ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡി അല്ല, ലോവർ ബോഡി വർക്കൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെഗ് ഡേ ആണ്. Okay, let's go. Two, come on, three. എനിക്കൊന്ന് കുറച്ച് നാളായെന്ന് തോന്നുന്നു ലെഗ് ഡേയുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട്. അപ്പം ഇന്ന് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളും കൂടിയുണ്ട്. സോ കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഉത്തരാഖണ്ഡിൽ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം അവളുമായിട്ടായിരിക്കും മിക്കവാറും ഇന്ന് ലെഗ് ഡേ. കാരണം ചെയ്യാറെന്ന് വെച്ചാൽ ലെഗിൻ്റെ കൂടെ ഞാൻ ഷോൾഡേഴ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ തിങ്കളാഴ്ച ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഓൾറെഡി ചെസ്റ്റും ഷോൾഡറും ചെയ്ത്. സോ എനിക്ക് 2 വേരിയേഷൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പം ഈ 2 വേരിയേഷൻ മാത്രമേ ഇന്ന് ഷോൾഡറിന് ചെയ്യുന്നുള്ളൂ. എനിക്കൊന്ന് ലെഗിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പുതിയ കുറച്ച് മെഷീൻസ് ഉണ്ട്. അപ്പം ആ പുതിയ കുറച്ച് മെഷീൻസിനകത്ത് നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം. പുള്ളിക്കാർ വ്ളോഗ് വരുമോയെന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാം. കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് കൊണ്ടുവരാം. ഓക്കെ, സോ ഞാനൊന്ന് വാമപ്പ് ചെയ്തിട്ട്, താഴെ ഡാൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് താഴെ വാമപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഇവിടെ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്ത് വാമപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇന്നലെ ബാക്കും മെനയാന്ന് ചെസ്റ്റ് ആൻഡ് ഷോൾഡർ ആയിരുന്നു. സോ ഫുൾ അപ്പർ ബോഡി നല്ല സോറായിരിക്കുക. ഷോൾഡർ വലിയ കുഴപ്പമില്ല, കണ്ടോ? ഷോൾഡർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ടോ, അത് കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ അങ്ങ് മാറും. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സാധനമാണ്. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് റൊട്ടേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ മൂവ്മെൻ്റ് ഒന്ന് ഫ്രീ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം ഇത് ഇളകിപ്പോരും. ഡിസ്ലൊക്കേറ്റഡ് ആവാൻ ഭയങ്കര എളുപ്പമാണ് ഷോൾഡേഴ്സ്. ഒരു പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് ഷോൾഡർ മൊബിലിറ്റിയൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളൊരു ജോയിൻറ്റും കൂടിയാണ് ഷോൾഡേഴ്സും നീ ക്യാപ്പും. എൻ്റെ നീ ക്യാപ്പ് ഓൾറെഡി നല്ല രീതിയിൽ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുക. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷോൾഡേഴ്സും കൂടി വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്തിട്ടേ ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന എഫേർട്സ് എല്ലാം വെറുതെ ആയിരിക്കും. ഒരൊറ്റ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു 3 to 4 months അതിനകത്ത് തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. ചെറിയ സ്ട്രെയിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ ഫ്രാക്ചറോ ഡിസ്ലൊക്കേഷനോ ലിഗമെൻറ്റ് ടയറോ ടെൻഡൻ ടയറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോ അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്ലോ പ്രോഗ്രഷൻ മതി. ഒരുപാട് ഈഗോ ലിഫ്റ്റിംഗ് ചെയ്യാൻ നിൽക്കണ്ട. ഒരുപാട് വെയിറ്റ് ഇട്ട് അടിക്കണമെന്നില്ല. നിങ്ങളെ മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ മാക്സിമം റെപ്പറ്റീഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത്രേൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 2021 വരെ ഞാൻ ലെഗ് വർക്കൗട്ട് ചെയ്യത്തില്ലായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു, എൻ്റെ കാലിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പേടി. കാരണം 2021 വരെ ഞാൻ ഏകദേശം ലെഗ് വർക്കൗട്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം ഞാൻ പണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ അങ്ങനെ ഭയങ്കര ഇതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. പഴയ കുറച്ച് എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കാലിന് ഓൾറെഡി ഡിസ്ലൊക്കേറ്റഡ് ജോയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്ന് ഞാനതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയോ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ റൈറ്റ് ലെഗ് കുറച്ച് വീക്കാണെങ്കിൽ പോലും അതിനകത്തും ഇപ്പം ഉള്ള മസിൽസ് ഞാൻ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ലെഗ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ലെഗ് കാണുമ്പോഴാണ് വിഷമം. കാരണം അതിന് നല്ല പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റേജിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഡിസേബിൾഡ് കാറ്റഗറി മാത്രമേ ഇറങ്ങാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മെൻസ് ഫിസിക്ക് ഇറങ്ങണം. ക്ലാസിക് കാറ്റഗറിയിൽ ഇപ്പുറത്തെ സൈഡിൽ മസിലില്ലാത്തതുകൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് മെൻസ് ഫിസിക്ക് മാത്രമേ ഇറങ്ങാനും പറ്റൂ. പക്ഷെ എൻ്റെ ഫ്രെയിം വർക്ക് നോക്കുകയാണെങ്കിൽ ലോവർ ബോഡി അത്യാവശ്യം നല്ല ഹ്യൂജാണ്. സോ അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. ചില ആൾക്കാർക്ക് ലെഗ് ഉണ്ടാക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. എൻ്റെ ഫുൾ ബോഡി വെയിറ്റ് കഴിഞ്ഞ 27 വർഷങ്ങളായിട്ട് എൻ്റെ ലെഫ്റ്റ് ലെഗാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലെഫ്റ്റ് ലെഗ് ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുക. ഞാൻ ഫുൾ ബോഡി വെയിറ്റ് എപ്പോഴും കൊടുക്കുന്നത് ലെഫ്റ്റ് ലെഗിലാണ്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാതെ തന്നെ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ചെറിയ വിഷമേ ഉള്ളൂ. കാരണം സ്റ്റേജിൽ നമുക്ക് ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ മെൻസ് ഫിസിക്കിനെ അത് നോക്കത്തില്ല. ഷോർട്ട്സ് ഇട്ടുണ്ടല്ലോ നിൽക്കുന്നത്. പക്ഷെ കാഫ് നോക്കുകയും ചെയ്യും. എനിക്കാണെങ്കിൽ കാഫ് കുറച്ച് വീക്കുക. അതുപോലെ നമുക്ക് കാഫ് അടുത്ത കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും സെറ്റാക്കി എടുക്കണം.
ഹാഫ് അടുത്ത് കോമ്പറ്റീഷനൊക്കെ വരുന്നത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും പ്രീ വർക്കൗട്ട് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ. പിന്നെ എൻ്റെ ചെവിയിലിരിക്കുന്ന സാധനം എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്തോന്ന്. സോ ഇതാണ് എൻ്റെ ചെവിയിരിക്കുന്ന സാധനം. എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺസ് ആണ്, പക്ഷേ സ്പീക്കേഴ്സ് അല്ല. ബോൺ കണ്ടക്ഷൻ വൈബ്രേഷൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഇവിടെ വെച്ചാൽ മതി. ഇവിടെ നിന്നുള്ള വൈബ്രേഷൻ കാരണം നമുക്ക് നല്ല രീതിയിൽ കേൾക്കാനും പറ്റും, പുറത്തുനിന്നുള്ള സൗണ്ട് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സോ ആദ്യമേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ വിചാരിക്കും സൗണ്ട് പുറത്തുനിന്നുള്ള ഇറിറ്റേറ്റ് ആവുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുള്ള സൗണ്ട് നമ്മൾ ഇതാവില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. പാട്ട് കേൾക്കുന്ന പാട്ട് അങ്ങ് ഇൻവോൾവ് ആയി പോകും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നൊരു മെഷീനാണിത്. കാരണം ഇതിനകത്ത് ചെയ്യുമ്പോൾ കാല് മടങ്ങിപ്പോവോ, മറിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ആ പേടിയൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ നടക്കുമ്പം എനിക്കൊരു പ്രശ്നമുണ്ട് കാലിന്. ഞാൻ നടക്കുമ്പം ചിലപ്പം മുട്ടിങ്ങനെ തെറ്റിയിട്ട് വീണു പോകും. ആദ്യമൊക്കെ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കതുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ എന്ന് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തോ, എന്ന് ലെഗ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തോ, അന്ന് തൊട്ട് എനിക്ക് ആ പ്രോബ്ലം ഇല്ല. കാരണം എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മസിൽസ് ഇല്ലായിരുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്ത് ആ മസിൽസ് ഡെവലപ്പായി തുടങ്ങിയപ്പം എൻ്റെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ജോയിൻ്റ് അവിടെ ഒരു സപ്പോർട്ട് കിട്ടിയണക്കായി. സോ അതുകൊണ്ട് എനിക്കിപ്പം അധികം വീഴത്തില്ല. ജസ്റ്റ് നടക്കുമ്പം വല്ലപ്പോഴും ഇങ്ങനെ തെന്നിയാലേ ഉള്ളൂ, അല്ല എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. നേരത്തെ എപ്പോഴും സ്ഥിരമുള്ള പരിപാടിയായിരുന്നു തെന്നൊന്നും. ഫസ്റ്റ് ഒരു വാമപ്പ് സെറ്റ് അടിക്കാം. ഫുൾ ഡീപ്പ്, മാക്സിമം എത്ര ഡീപ്പിൽ പോവാം അത്രയും ഡീപ്പിൽ പോവാം. കാരണം വെയിറ്റ് കുറവല്ലേ, ഇത്ര വരുത്തുള്ളൂ, ഇത്ര വരുള്ളൂ, ഇതിൽ കൂടുതൽ പോകത്തില്ല. കോൺഫിഡൻസ് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഞാൻ വെയിറ്റ് കൂട്ടുന്നു. പിന്നെ സ്ക്വാട്സ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡിൻ്റെ പൊസിഷൻ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഷോൾഡർ മൊബിലിറ്റിയാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് പിടിക്കാൻ പറ്റും, കാരണം നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് പിടിക്കുന്നത്. ചില ആൾക്കാർ വൈഡായിട്ടാണ് പിടിക്കുന്നത്, കാരണം അവർക്ക് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ പിടിക്കാൻ പറ്റത്തില്ല, ഷോൾഡർ മൊബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹെവി വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് തെറ്റരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ടർ വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സേഫ്റ്റി ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കാല് എപ്പോഴും ഒരു സ്റ്റേബിളായിട്ടുള്ള സർഫസിലാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ചിലയിടത്തൊക്കെ മാറ്റ് അവർ എക്സ്ട്രാ ഇടും. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ മാറ്റ് എങ്ങാണം ഒന്ന് ഗ്രിപ്പ് തെറ്റിയാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി മരിച്ചില്ലേ, അതങ്ങനെ അവരെ കാല് തെറ്റിയിട്ടാണ്. അപ്പം ഓവർ വെയിറ്റ് അടിക്കുന്ന സമയത്ത് ഈവൻ നിങ്ങളുടെ സ്പോട്ടറിന് പോലും ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് എപ്പോഴും ഓർമ്മ വെക്കണം. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന കണക്ക് ഒരു ലെഗ് സപ്പോർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര നല്ലത് ഹെവി വെയിറ്റ് അടിക്കുന്ന സമയത്ത്. ഇല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ആ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഹെവി വെയിറ്റ് എടുക്കുക. പിന്നെ കഴുത്തിൽ ഇവിടെ കംപ്രഷൻ വരുന്ന രീതിയിലൊന്നും വെയിറ്റ് ഒന്നും എടുത്ത് വെച്ച് കളയരുത്, നിങ്ങളുടെ ട്രാപ്സിൻ്റെ തൊട്ട് താഴെ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഷോൾഡർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് ബ്രേസിങ് മെത്തേഡ്. ഞാൻ ബെൽറ്റ് ഇടുന്നുണ്ടോ, ഇത് ലൂസാണ്, പക്ഷെ ഞാൻ എൻ്റെ ആപ്സ് കൊണ്ട് അത് പുറത്തോട്ട് തള്ളിപ്പിടിക്കും. താഴോട്ട് പോകുമ്പോൾ പുറത്തോട്ട് തള്ളിപ്പിടിക്കും.
സോ അതാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് വെയിറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ കോൺഫിഡൻ്റ് ആവരുത്, അത്രേ പറയാനുള്ളൂ. സോ അങ്ങനെ അവൾ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലെഗ് എൻ്റെ കൂടെ അടിക്കാൻ പേടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഓവർ വെയിറ്റ് ഡിപ്പിന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല നിനക്ക് പറ്റുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ അടിച്ചത്. സേ ഹായ്. സോ ഓവർ കോൺഫിഡൻ്റ് ഒന്നും അല്ല, ഞാൻ 120 kgs അടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് എനർജി ഡ്രോപ്പായി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം പുഷ് ചെയ്യാത്തത്. Seven. Come on. 8. Easy. 9. Go on. You do. You just hold like this. I'll say. Wow, how much is this? 90. 90. Total 90. No. Excluding bar 90. 45. What's a PR? Come on, let's do it. 90 kg. At least 3 to 4 reps അങ്ങനെ അടിക്കണം. അവൾ അധികം വെയിറ്റ് ഇടുന്നില്ല, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് കോൺഫിഡൻസിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ഇടാൻ സപ്പോർട്ട് ചെയ്ത് ഇത്ര നാൾ ആരില്ല, അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് അത്രയേ ഉള്ളൂ. ഗോ ബാക്ക്. യെസ്, ദാറ്റ് ഈസ് എ പൊസിഷൻ. ഹോൾഡ് ഹിയർ. Here. Down. Last one. Plus. Weight കുറവാണ്ട് മാക്സിമം ഡീപ്പ് പോവുക. Five more. 6 slowly. കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചിങ്ങും കൂൾ ഡൗണും ചെയ്യാതെ പോകരുത്. കാരണം നിങ്ങളുടെ മസിൽ ഭയങ്കര സ്റ്റിഫ് ആവാനുള്ള കാരണമൊക്കെ ഇതാ, മൊബിലിറ്റി കുറയും, സ്റ്റിഫാവും. സോ ഇതിനൊക്കെ പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചസും കൂടി ചെയ്യണം, കൂൾ ഡൗണും ചെയ്യണം, പ്രോപ്പറായിട്ട് റെസ്റ്റിൻ്റെ കൊടുക്കണം ടൈം. സോ എൻ്റെ കാലിൻ്റെ കാര്യം അറിഞ്ഞ പോലത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാലിൻ്റെ കണ്ടീഷൻ. സോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കാലിൽ മസിലുണ്ട്, നല്ല ഗ്രോത്തും ഉണ്ട്. ഓരോ മസിലായിട്ട് നമുക്കിപ്പം എടുത്ത് മനസ്സിലാവും. ഓക്കെ, സൈഡിൽ നോക്കിയാൽ നല്ല ഹ്യൂജാണ്. ഞാൻ ഇപ്പം മസിൽ പിടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിനാണ് പ്രശ്നം. സോ എനിക്ക് 2 സർജറി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് മസിൽ വരും, പക്ഷേ ഈ സൈഡിലെ മസിൽ ഇല്ല. മെയിനായിട്ട് നമ്മുടെ സൈഡിൽ വരുന്ന ഈ സൈഡിലെ മസിൽ എനിക്കില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം എനിക്ക് ആ ഒരു സൈസ് ഡിഫറൻസ് ഉണ്ട്, ഇങ്ങനെ നിന്നാലും സൈസ് ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസിക്കും ഡിവിഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെൻസ് ഫിസിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാകുമ്പം നമുക്ക് ഇവിടം വരെ കവറാവും. സൈസ് നോക്കൂല ലെഗിൻ്റെ, പക്ഷെ കാഫിൻ്റെ സൈസ് നോക്കും. കാഫ് കുഴപ്പമില്ല, ഇതിനകത്ത് കുറവാണ്, പക്ഷെ
ഇതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത സ്ട്രയേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ അപ്പർ ബോഡി വെച്ച് നോക്കുവാണെങ്കിൽ ലോവർ ബോഡി കുറച്ചൊന്ന് ചെറുതായിട്ട് തോന്നും, കാരണം എൻ്റെ അപ്പർ ബോഡി നല്ല ഹ്യൂജായിട്ട് നിൽക്കുക. പിന്നെ എൻ്റെ ലെഗ്സിൻ്റെ സൈസ് കുറച്ച് ഷോർട്ടാണ്, ലെങ്ത്ത് ഷോർട്ടാണ്. അപ്പോൾ എൻ്റെ അപ്പർ ബോഡിയാണ് വലുത്, അപ്പോൾ അങ്ങനെ തോന്നും. പിന്നെ മെയിനായിട്ടുള്ള സംഭവം വെച്ചാൽ ഞാൻ പ്രൗഡായിട്ടുള്ളൊരു മൂമെൻ്റ് എന്ന് വെച്ചാൽ എനിക്കിതിനകത്ത് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്തൊരു സാധനമാണ്. ഞാൻ ഇങ്ങനെ നിന്ന് എനിക്കൊരു ലഞ്ചസോ സ്ക്വാട്ട്സോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ എനിക്കിതാ പിടിച്ചില്ലെങ്കിലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്ന്. ഞാൻ സിംഗിൾ ലെഗ് സ്ക്വാട്ട്സ് ഇതിനകത്ത് ചെയ്യും, പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ എനിക്കിപ്പോഴും ഒരു പേടിയാണ്. കാരണം ഫുൾ ബോഡി വെയ്റ്റ് 80 കിലോ എൻ്റെ ഈ ഒരു കാലിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ ചിലപ്പം ഇതങ്ങ് തെറ്റും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ട ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഈ ലെഗിനകത്ത് ഞാൻ നല്ല കോൺഫിഡൻറ്റാണ്. ഈ ലെഗിനകത്ത് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബട്ട് ദൈവം സഹായിച്ച് ബാക്കിയുള്ള ബോഡി പാർട്സ് എല്ലാം ഗ്രോ ആവുന്നുണ്ട്, ഇതും ഗ്രോ ആവുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. എൻ്റെ ബാക്കും ഈ ഒരു ലെഗുമാണ് വീക്കായിട്ടുള്ളത്, പക്ഷേ ഇതിനകത്ത് നമുക്ക് മാക്സിമം പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ലെഗിൻ്റെ സ്ട്രെച്ചസ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്ക് കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നില്ല കാരണം ക്യാമറയ്ക്ക് അത് ചാർജ് കുറവാണ്. ഇപ്പോൾ അത് ഓഫാവും. അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് കുറച്ച് ഹാർഡ് സെഷൻസ് ആയിരുന്നു കേട്ടോ, നല്ല രീതിയിലുള്ള വെയിറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല ടയേർഡുമാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ വെച്ച്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഹൈലൈറ്റ്സ്, സ്റ്റോറി ഹൈലൈറ്റ്സിനകത്ത് ബിഗിനേഴ്സിന് പറ്റിയ എല്ലാ വർക്കൗട്ട്സിൻ്റെയും പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ ഹൈലൈറ്റ്സ് ഇടാൻ ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ തപ്പിയിരിക്കേണ്ട. എൻ്റെ ഹൈലൈറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് ഏത് പാർട്ട് മസിൽസിൻ്റെയാണ് വേണ്ടത്, അത് ഏതൊക്കെയാണെന്നുള്ളതും എത്ര റെപ്സ് എത്ര സെറ്റ് വെച്ച് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാനത് ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പം അത് കുറച്ച് ടൈം എടുക്കും ഇടാനായിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.